ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മാക്സിമം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആക്ച്വലി ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ വന്നതാണ്. അപ്പം അവിടെ നമ്മുടെ ഈ അഗസ്ത്യാർ കുറിച്ച് ട്രക്കിങ്ങിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് ഫോറസ്റ്റ് ഓഫീസിൽ വന്നതാണ്. അടുത്ത വഴി ഞാൻ പിന്നെ കുറച്ച് ദാഹം വന്നിട്ട് കുറച്ച് നാരങ്ങളും കുടിക്കാമെന്ന് വെച്ചിട്ട് ഒരു കടയിൽ വന്ന് നിന്നിട്ട് ഈ കടയിൽ നമ്മൾ നാരങ്ങളും കുടിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ ചേച്ചിയുമായി പരിചയപ്പെട്ടപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ആ ചേച്ചി വലിയൊരു, അതായത് കവിത എഴുതുന്ന ഒരാളാണ്. അപ്പം ചേച്ചിയുടെ കുറേ കവിതകളെല്ലാം കാണിച്ചു തന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. ഒരു 100-150ഓളം കവിത. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം വന്ന് ഈ കടയിൽ ഇപ്പം കയറി അദൃശ്യമായി അമ്മയെ കണ്ടു. അമ്മയുടെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഈ കൊച്ചുകടയിലാണ് അമ്മയുടെ ജീവിതം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ PTP നഗറിൽ പോകുന്ന തൊട്ടടുത്ത് തന്നെയാണ്, ഫോറസ്റ്റ് ഓഫീസിലോട്ട് പോകുന്ന വഴി തന്നെയാണ് ഈ ഒരു കടയുള്ളത്. അപ്പം ഞാനിപ്പോൾ ചേച്ചിയുടെ അടുത്തിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ചേച്ചിയെ ഒന്ന് പരിചയപ്പെടുത്തരാം. നമസ്കാരം. ഇതാണ് നമ്മളെ ചേച്ചി. അപ്പം ചേച്ചി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ ഒരു വർഷക്കാലോളം കുറേ കവിതകളും കുറേ കഥകളും, ചെറിയ കഥകൾ, പിന്നെ മെയിൻലി കവിതകൾ, കുറേ കവിതകളൊക്കെ എഴുതി ബുക്കായിട്ട് വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കുറേയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ, കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ച് മനസ്സിലാക്കാം. ഇങ്ങനത്തെ നമുക്ക് അറിഞ്ഞുള്ള ഹിഡൻ ടാലൻ്റായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മളല്ലാതെ പിന്നെ വേറെ ആരാണ് പുറത്തു കൊണ്ടുവരുന്നത്. അപ്പം ഞാനിങ്ങനെ യാദൃശ്യമായി കയറിയപ്പോൾ തന്നെ പരിചയപ്പെട്ട് ഈ ചേച്ചി ഈ കവിതകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. ഓക്കെ. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പതുക്കെ ഈ ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചിയുടെ പേരും പിന്നെ ചേച്ചി എവിടെയാണ് താമസിക്കുന്നത്, പിന്നെ എന്ന കാലം മുതലാണ് ഈ ഒരു കവിതയൊക്കെ എഴുതി തുടങ്ങിയത്, എന്താണ് അതിൻ്റെ ഒരു പ്രചോദനം, പിന്നെ ഇപ്പം എന്താണ് ചെയ്യുന്നത്. ചേച്ചിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആ കടയിൽ ഞാനിപ്പം ഒരു നാരങ്ങളും കുടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിനേക്കാൾ ഒരു രസകരമായ സംഭവം, എൻ്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല. ഞാൻ പേഴ്സ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ GPay മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി പൈസ ഇല്ല, GPay ഒന്നും ഇല്ല. ചേച്ചി പറഞ്ഞ് GPay ഇല്ല, പോവും നാരങ്ങളും കുടിച്ചോ, തൽക്കാലം വെള്ളം കുടി, നമുക്ക് പിന്നെ നോക്കാം എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ശരി. അപ്പം ഞാനിപ്പം ചായ വെള്ളം കുടിക്കാം. എന്നിട്ട് ഞാൻ പോയി ATM ൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാം. ചേച്ചി പറഞ്ഞു അതൊക്കെ പിന്നെ നോക്കും, നീ ആദ്യം വെള്ളം കുടിക്കും. അപ്പോഴാണ് ഞാനിങ്ങനെ ചോദിച്ചത്, ഇവിടെ എന്തെങ്കിലും അടുത്തെന്തെങ്കിലും വല്ലതും നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്ഥലമുണ്ടോ കാര്യങ്ങളുണ്ടോ, ഞാനിങ്ങനെ ഒരു കാര്യത്തിന് വന്നതാണ്, കാര്യങ്ങളുണ്ടോ ചോദിച്ചു. അങ്ങനെ ചേച്ചി പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടല്ലോ. എൻ്റെ പേര് സുധ ആറാണ്. എനിക്കിങ്ങനെ ഒരു കൊച്ചു കടയുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്നത് രാവിലെയുള്ള പണികളെല്ലാം കഴിഞ്ഞ് കടയിൽ ഞാനും എൻ്റെ അപ്പയും കൂടെ വന്ന് ഇരിക്കുക. 2020 തൊട്ടാണ് ഞാനൊരു കവിത എഴുതാൻ തുടങ്ങിയത്. ഒരു എഴുത്തുകാരിയോ ഒരു കവിതക്കാരിയോ ഒന്നുമല്ല, എങ്കിലും ദൈവം തന്ന അറിവുകൾ, എൻ്റെ ഒരു മോൻ നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ വേദന ഉൾക്കൊള്ളാതെ നിത്യവും കരഞ്ഞ് ജീവിക്കുന്ന ഒരമ്മയാണ്. മോൻ ഇല്ലാത്ത ലോകത്ത് മരുഭൂമിയെ പോലെ ഞാൻ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എഴുതി ഒത്തിരി ഏത് സമയവും എഴുത്താണ് എനിക്കിപ്പോൾ. വീട്ടിലിരുന്നാലും എൻ്റെ റൂമിൽ, ഇപ്പോൾ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്നവരാണ്. കുഞ്ഞു വീടൊക്കെ ഉണ്ടായിരുന്നു, പഴയത് നഷ്ടപ്പെട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വേറെ ബാക്കിലോട്ട് ഒന്നുമില്ല. ദൈവം തരുന്ന ആ അന്നുള്ള വരുമാനം മാത്രമാണ് എൻ്റെ ആഘോഷവും സന്തോഷവും. പിന്നെ എന്നെ വൈലോപ്പള്ളിയിലാണ് എന്നെ ആദ്യം വിളിച്ച് 3 കവിത പാടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കവിത പാടിയപ്പോൾ എല്ലാം വൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള വലിയ സാറുമാരാണ് ഉള്ളത്. അവരൊപ്പം എന്നെ വിളിച്ച് ക്ഷണിച്ചിരുന്ന് ഞാൻ പാടി. അവർ 26 പേർക്ക് ഫസ്റ്റ് എനിക്കാണ്. ഒരു കവിത പാടിയപ്പം 2 എണ്ണം കൂടെ പാടണമെന്ന് പറഞ്ഞു. 3 കവിതയ്ക്ക് പാലക്കാടിലുള്ളൊരു മോനാണ് ക്യാമറ എടുത്തത്. അവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കവിത വളരെ ഇഷ്ടമായെന്ന് പറഞ്ഞ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്ന്. പിന്നെ ആകാശവാണിയിൽ എന്നെ വിളിച്ചു. അവിടെയും 2 കവിത പാടിയപ്പോഴത്തേക്ക് അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അടുത്ത മാസം വിളിക്കുകയാണ്. മൂത്ത മോൻ്റെ പേര് മണിയല്ല, രണ്ടാമത്തെ മോൻ്റെ പേര് വിമൽ കുമാർ, മൂന്നാമത്തെ മോൻ്റെ പേര് ജയറാം. എന്നാരോമൽ മായാത്ത മണിമുത്തെന്നാണ്. അപ്പോൾ അതിനുള്ളൊരു കവിത, ആദ്യം അമ്മ കവിതയാണ് ഞാൻ എഴുതിയത്. അതെനിക്ക് ഭയങ്കര വിജയമായി മാറി. രണ്ടാമത് എൻ്റെ മോന് വേണ്ടി ഞാൻ കവിത എഴുതി വെച്ചിരിക്കുകയാണ്. എന്നാരോമൽ മായാത്ത മണിമുത്ത് എഴുതിയെങ്കിലും ഞാൻ കാണാതെ കുറച്ച് പഠിച്ചിട്ടുള്ളൂ. അതാണ് ഇവിടെ
പറയുന്നത് ഉം, ഉം. പറയട്ടെ. ആ പറഞ്ഞു. എന്നാരോമൽ മായത്ത മണിമുത്തേ, വരമ്പത്തും ഇറമ്പത്തും നടുവത്തും വെയിലത്തും തുണയായി, എന്നാരോമൽ മായത്ത മണിമുത്തേ, കണ്ണു കൊതിച്ചതും ഉള്ളു നനച്ചതും ഇടനെഞ്ചിൽ തീയും ഇടറുന്നു ഞാൻ ഈ പാതയിൽ, തെളിയുന്നു വരികെ തെളിയുന്നു പൊരുളെ, പിറകെയൊടുകുന്നു തൊടിയിൽ മറയുന്നു, എന്നാരും മായാത്ത മണിമുത്തേ, എന്നാരും മായാത്ത മണിമുത്തേ. മതിയോ മതിയമ്മേ. അമ്മ അപ്പം ഇതൊക്കെയാണ് അമ്മ എഴുതിയ കവിതകൾ എഴുതിയ അല്ലേ? കവിതകളും പ്രസംഗങ്ങളും ആ ആ കഥയും പ്രസംഗവുമാണ്. ഒരു സ്നേഹ വിരുന്ന് എഴുതിയിട്ടുണ്ട്. ആദ്യമത്തെ എഴുതിയ കഥ എൻ്റെ മൂന്നാമത്തെ മോൻ്റെ കൊച്ചു മോളും പനം തത്തായിട്ടുള്ള ഒരു കഥയാണത് എഴുതിയത്. പിന്നെ മുഖവുര എഴുതിയിട്ടുണ്ട്. പാട്ട് ഇതിലാണ് ഉള്ളത്. പാട്ട് ഇതെല്ലാം കവിതകളാണല്ലേ? അതെല്ലാം അല്ല പ്രസംഗങ്ങളാണ്. പ്രസംഗങ്ങളാണ്. കവിതകളാണ്. ഇതെല്ലാം അമ്മ ഈ കടയിൽ വന്നിരുന്ന് എഴുതുന്നതാണോ അതോ വീട്ടിലിരുന്ന് എഴുതുന്നതാണോ? എഴുതുന്നത്. ഇവിടെ വന്നിരുന്ന് എഴുതിയിട്ട് എവിടെ ചെന്നിരുന്നാലും എഴുത്താണ്. ഇപ്പൊ എനിക്ക് ഒത്തിരി ഉണ്ട്. ഇന്നസെന്റ് അങ്കിളെ കുറിച്ച് എഴുതിയതുണ്ട്, പിന്നെ ഡോക്ടർ വന്ദനെ കുറിച്ച് എഴുതിയതുണ്ട്, മരിച്ചുപോയ ബാലുഭാസ്കറിനെ കുറിച്ച് എഴുതിയതുണ്ട്, ആദിവാസി മധുവിനെ കുറിച്ച് എഴുതിയതുണ്ട്. മധുവിനെ കുറിച്ച് എഴുതിയത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വേദന എനിക്ക് ഉണ്ടായി. ഇല്ല, ഈ ബുക്ക് ഷാപ്പിൽ തന്നിട്ട് ഈ ബുക്ക് പ്രസിലിന് കൊടുക്കാതിരിക്കണം. 20,000 രൂപ ആകുമെന്ന് പറഞ്ഞു 500 ബുക്കിന്. അതിൽ കുറച്ച് അവർ ചെയ്യില്ല. സുധ 6 നെല്ലിവള വീട്, ഫോറസ്റ്റ് ലൈൻ, പട്ടിയർക്കാവ് കവയിത്രി ആർ സുധ. കണ്ടില്ലേ? ഇതാണ് അമ്മ എഴുതിയ ആദ്യകാല കവിതകളെല്ലാം കൂടെ ഒരു പുസ്തകമായി അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ പുസ്തകങ്ങളൊന്നും പ്രിന്റ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് അമ്മയ്ക്ക് പറ്റുവാണെങ്കിൽ പുതിയ പുസ്തകങ്ങളായി നമ്മുടെ മാർക്കറ്റിലും എല്ലായിടത്തുമായി എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഇറങ്ങട്ടെ. കുടുംബ അച്ഛനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അമ്മയെ കുറിച്ചാണ് ഒത്തിരി എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം കവിതകള്. ഇത് നമ്മുടെ കവിതകളാണ് എടുത്തിട്ടുണ്ട്. ഇതൊന്നും പുതിയ കവിതകളാണ് ഇതിലുള്ളത്. 200 കവിതയ്ക്ക് പുറത്തു പോയി. പിന്നെ അമ്മയുടെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ചേട്ടൻ. അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ നമ്മുടെ വീട് ഈ കട നോക്കുന്നത്. ചേട്ടൻ്റെ പേര് വേണു. ചേട്ടൻ്റെ പേര് വേണു. എവിടെയാണ് നേരത്തെ വർക്ക് ചെയ്തത്? ആ ഇപ്പം കട ഇങ്ങനെ സുഖം ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? അറബ് മാടല്ല വനം പൂജ ചെയ്യാനൊരു വനമാണ്. അതിരുകളില്ലാത്ത സ്നേഹം ചൊരിഞ്ഞു ഈ അമ്മേതൻ അനുരൂപവാക്കുകൾ നൽകി തന്നു. എക്കാലവും ഈ അമ്മ കണ്ടുകൊണ്ട് ഭൂമിയെ ഒറ്റപ്പെടുത്തരുതേ കൊച്ചുമക്കളെ. എൻ്റെ ആദ്യത്തെ കവിത ഇതാണ് എനിക്ക് വിജയമായി മാറിയതും ഞാൻ ഒത്തിരി ലോകം അറിയപ്പെടാൻ സാധിച്ചതും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവം തന്ന അറിവുകളും അനുഗ്രഹങ്ങളും അനുഭവങ്ങളും അർത്ഥങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും സന്തോഷവും എല്ലാം ഞാൻ പങ്കുവെക്കുന്നു. സ്വയം തുടങ്ങേണ്ടി വരുന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വരുന്ന വിഷമങ്ങളും അമ്മയാണ്. എല്ലാ ലോകജന മക്കൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊള്ളാമോ മക്കളെൻ്റെ? നമുക്ക് അറിഞ്ഞ ഹിഡൻ ടാലന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മളല്ലാതെ പിന്നെ വേറെ ആരാണ് പുറത്തു കൊണ്ടുവരുന്നത്?